ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വൈകുന്നേരം ഒരു കുഞ്ഞു പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ ഒരു മിൽക്ക് ഷേക്കും റെഡിയാക്കുന്നുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരവും മിൽക്ക് ഷേക്കുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവോളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു മൂന്നോ നാലോ സവോള എടുക്കാം, അതിൻ്റെ വലിപ്പം പോലെ കേട്ടോ. അപ്പോൾ ഞാൻ 3 എടുത്തത്. അത് കനം കുറച്ചതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇതേ ഒരു ബൗളിലോട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ച സവോള ഇട്ട് കൊടുക്കുക. നല്ല കനം കുറച്ച് അരിഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റണം. ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് കൈ വെച്ച് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഞെരടിയെടുക്കണം. അങ്ങനെ ഞെരടുമ്പം സവോളയിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ആ ഒരു കരുകരുപ്പ് മാറി ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. കാരണം നമ്മളിതൊരു ഉള്ളിവട, ഏകദേശം ഒരു ഉള്ളിവട പോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഫ്രൈ ചെയ്യുമ്പം സവോള കുറച്ച് നല്ല സോഫ്റ്റ് ആയിരിക്കണം. അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് ഇങ്ങനെ നല്ല കുറച്ച് ശക്തി കൊടുത്ത് തന്നെ ഞെരടിയെടുക്കുക. ഇപ്പോൾ സവോള ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ കുറച്ചും കൂടി അതിനകത്ത് നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഉപ്പൊക്കെ സവോളയിലോട്ട് നല്ലപോലെ ഒന്ന് പിടിച്ചു വരും. അപ്പോൾ അതുവരെ ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു ഉള്ളിവടയിൽ നമ്മൾ കുറച്ച് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ കുക്കറിൽ ഒരു 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3-4 വിസിൽ വേവിച്ചതാണ്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വെക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഈ സവോളയുടെയും ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ അളവ് കൃത്യമായിട്ട് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇപ്പം 2 ഉരുളക്കിഴങ്ങിന് പകരം 1 ഉരുളക്കിഴങ്ങ് വേണമെങ്കിലും ചേർക്കാം. അപ്പം അങ്ങനെ നമുക്ക് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ വലിയൊരു അളവിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ലേ. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് തൊലി കളഞ്ഞ് വെക്കുകയാണ്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് സവോള ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മളിപ്പം തൊലി കളഞ്ഞു വെച്ച 2 ഉരുളക്കിഴങ്ങ് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുകയാണ് കേട്ടോ. കൈവച്ച് നല്ലപോലെ പൊടിച്ച് ചേർത്താലും മതി. ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പം ഒട്ടും കട്ട കാണത്തില്ല. നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അത്ര വ്യത്യാസമേ ഉള്ളൂ. ഗ്രേറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ കൈവച്ച് നല്ലോണം ഒന്ന് ഉടച്ച് ചേർക്കാം. ഇത് 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങായിരുന്നു. ഇനി ഇതിനകത്തേക്ക് ഒരു പച്ചമുളക് നല്ല ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയൊന്നും ഒത്തിരി വേണ്ട, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഗരം മസാലപ്പൊടിക്ക് പകരം ഇപ്പോൾ ചിക്കൻ മസാല, മീറ്റ് മസാല അതൊക്കെ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. പിന്നെ ഒരല്പം ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. സവോളയിൽ നമ്മൾ നേരത്തെ ഉപ്പിട്ടാണ് വെച്ചിരുന്നത്. അപ്പോൾ അത് കണക്കാക്കി മാത്രം കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല പോലെ മിക്സ് ചെയ്ത് എടുക്കണം. ഇതിനകത്ത് ഇനി നമ്മൾ മൈദപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ്. ഇതിൽ നല്ലപോലെ ഈർപ്പം ഉണ്ടാവും. അപ്പോൾ നമ്മൾ സവോളയും ഉരുളക്കിഴങ്ങും മാത്രമായിട്ട് ഇപ്പോൾ ഷേപ്പ് ചെയ്ത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിങ്ങനെ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി എന്തായാലും ചേർക്കണം. ഞാനിതിപ്പോൾ മൈദയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നോക്കും. പിന്നെയും കുറച്ചും കൂടി ലൂസ് എന്ന് വെച്ചാൽ ഒത്തിരി സോഫ്റ്റാണ്, കുറച്ചും കൂടി ഒന്ന് കട്ടിയാവണം, ഈർപ്പം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ കൂടുതൽ മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് എണ്ണ ചൂടാകുമ്പോൾ ഒരു ചെറിയ ഉരുളയാക്കി ഒന്ന് ഇട്ട് നോക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് ഒത്തിരി പൊടിഞ്ഞു പോകുന്നു, സോഫ്റ്റായിട്ട്, അതായത് എണ്ണയിൽ ഇങ്ങനെ അങ്ങ് പൊടിഞ്ഞ് ചേർന്ന് പോകും. അങ്ങനെ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ മൈദ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. മൈദ 1-2 ടേബിൾ സ്പൂൺ കൂടിപ്പോയെന്ന് വിചാരിച്ച് ഇതിനങ്ങനെ ടേസ്റ്റിലോ ഒന്നും ഒരു പ്രശ്നവും വരത്തില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. ഓക്കെ, ഇതിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്തപ്പോൾ കറക്റ്റ് ഒരു പാകത്തിനാണ് വന്നിട്ടുള്ളത്. അത് ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാവേ. പിന്നെ കുറച്ചും കൂടി വലിയ വലിയ ഉരുളകളാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിന്നിപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഫ്രൈ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. എണ്ണ ചൂടാകുമ്പം ഇതുപോലെ ഉരുളകളാക്കി ഇട്ട് കൊടുക്കാം. ഒത്തിരി ലൂസാക്കണ്ട, കുറച്ചിങ്ങനെ കട്ടിക്ക് തന്നെ നല്ലൊരു ഉരുളയാക്കി അങ്ങ് ഇട്ടാൽ മതി. ഞാനിത് കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആയിട്ടാണ് ഇടുന്നത്. ചെറുതായി ആക്കുമ്പം പെട്ടെന്ന് വെന്ത് കിട്ടും, മനസ്സിലായോ? എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. കാരണം ഈ മൈദയൊക്കെ വേവണമല്ലോ, അല്ലെങ്കിൽ ഉള്ളിൽ ഇങ്ങനെ പച്ച ഉണ്ടാവും. അപ്പോൾ ചെറിയ ബോളുകളാക്കി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉള്ളൊക്കെ വെന്ത് കിട്ടുകയും ചെയ്യും.
ഓക്കെ, പിന്നെ സവോള പുറമേ ഉള്ളതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാനുമുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്നതും ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒരു 20-25 എണ്ണമൊക്കെ ഈ ഒരു ഞാൻ എടുത്ത അളവിൽ ഉണ്ടാക്കാൻ പറ്റും. ശരിക്കും നമ്മൾ വെറുതെ ഒരു ഉള്ളിവട ഉണ്ടാക്കുന്നേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഈ കുറച്ച് ഉരുളക്കിഴങ്ങും കൂടി ചേർക്കുമ്പോൾ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ പലഹാരം ഉണ്ടാക്കി വെച്ചു. അടുത്തത് ഞാനിനി ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അതും ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. സാധാരണ എപ്പോഴും നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ, ഫാൻസി ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഒരു 4 എണ്ണം മതി. ആരോ റൂട്ട് ബിസ്ക്കറ്റാണ് ഇതിന് ഏറ്റവും നല്ലത്. കുറച്ച് മൈൽഡായിട്ടുള്ളൊരു ടേസ്റ്റ് അല്ലേ അതിന്, ഒത്തിരി മധുരം ഇല്ല, ആ ഒരു ഫ്ലേവറാണ് നല്ലത്. പിന്നെ ഒരു ഞാലിപ്പൂവൻ അല്ലെങ്കിൽ രസകദളി പഴം, പിന്നെ കുറച്ച് ബൂസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ബൂസ്റ്റിന് പകരം ഹോർലിക്സോ കോംപ്ലാനോ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് യൂസ് ചെയ്യാം. ഇതിനകത്തുനിന്നൊരു 2 ടേബിൾ സ്പൂണാണ് ചേർക്കാൻ പോകുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര, പിന്നെ ഒരു കവർ പാല് ഫ്രീസറിൽ വെച്ച് നല്ലപോലെ ഒന്ന് ഐസാക്കി എടുക്കണം. അത് ഞാൻ അതിൻ്റെ അളവ് ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ ഒരു മിക്സി ജാറിലോട്ട് ഞാനൊരു 4 ആരോ റൂട്ട് ബിസ്ക്കറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഞാലിപ്പൂവൻ പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടു. ഒരു 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര. ഇത് പഴത്തിലും ബൂസ്റ്റ് ബിസ്ക്കറ്റ് എല്ലാത്തിലും കുറച്ച് മധുരമുണ്ട്. അപ്പോൾ അത് കണക്കാക്കിയിട്ട് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ തീരെ ഷുഗർ ചേർക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒരു 4-5 ഡേറ്റ്സ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അതൊക്കെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണമല്ലോ. അപ്പോൾ അത് കുറച്ച് പാല് ചേർത്തിട്ടാണ് അരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു കവറ് പാല്, അതായത് 1/2 ലിറ്റർ പാലാണ് കേട്ടോ, അത് ഫ്രീസറിൽ ഒരു 2 മണിക്കൂർ വെച്ച് ഒന്ന് ഐസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതുപോലെ. ഇതിപ്പോൾ പാസ്ചറൈസ്ഡ് മിൽക്ക് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. സാധാരണ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പച്ച പാല് ഉപയോഗിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആദ്യം തിളപ്പിച്ചിട്ട് അതൊന്ന് ഫ്രീസറിൽ വെച്ച് ഐസാക്കി എടുത്ത് യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം പാലൊന്ന് കുറച്ചേ ചേർക്കുന്നുള്ളൂ, എന്നിട്ട് നല്ലപോലെ അരയ്ക്കാം. അതിനുശേഷം പിന്നെ ബാക്കി പാല് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ബാക്കിയുള്ള പാലും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ അതേ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്കും റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ഒട്ടും നമുക്കിങ്ങനെ മടുപ്പിക്കുന്ന ഒരു ടേസ്റ്റ് അല്ല. എന്ന് വെച്ചാൽ കുടിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് മട്ടിക്കുന്ന പോലെ തോന്നില്ല. മധുരമൊക്കെ കറക്റ്റ് പാകത്തിനാണ്. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ പുറത്തുനിന്നൊക്കെ കുടിക്കുന്ന മിൽക്ക് ഷേക്കിനേക്കാളും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയ ഈ മിൽക്ക് ഷേക്കും സ്നാക്കും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.